നിർത്തണം. പൂത്തിരി ഇല്ല പൂത്തിരി ഏതായിരുന്നു ചേട്ടാ? പാന്റ് ടൈറ്റ് ആണ്, പാന്റ് ടൈറ്റ് ആണ്, തിരിയരുത്. സ്പൈഡർമാൻ ആവും. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊക്കെ പോലത്തെ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നിട്ട് നിങ്ങളുടെ ഡയലോഗുകളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ കറക്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ശ്വേത ചേച്ചിയോടൊന്ന് ചോദിച്ചു കൊടുക്കട്ടെ. ബിക്കോസ് ശ്വേത ചേച്ചിയുടെ ഒരു മൂവി എടുത്ത് നോക്കുവാണെങ്കിൽ, രതിനിർവേദം എന്ന് പറഞ്ഞ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പഴയ കാലത്തെ മൂവിയുണ്ട്. ഇപ്പൊ യു ഡിഡ് ദ സെയിം തിങ്. മോഡുലേഷൻ പാലേരി മണിക്കുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് രതിനിർവേദം ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് കുറച്ചും കൂടെ പഴയ ഡയലോഗ്സ് കാര്യങ്ങളും മോഡുലേഷൻ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ചെയ്ത സമയത്ത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ആ ഒരു ജനറേഷന്റെ പപ്പിയങ്കളുടെ മീൻസ് പത്മരാജൻ സാറിന്റെ നമ്മള് എന്താ പറയാ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അത് ഇന്നത്തെ തലമുറ അല്ലാതെ ഒരു ജസ്റ്റ് അത്ര നമ്മള് പുറകോട്ട് പോവാതെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്നാ ഒരു പീരിയഡ് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു രതിനിർവേദം ഏത് കാലഘട്ടത്തിലും നമുക്കത് എവിടെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അതാണ് അതിന്റെ ഏറ്റവും വലിയത്. പിന്നെ ഒബ്വിയസ്ലി ഡ്രസ്സാണ് നമ്മൾ കുറച്ച് കാലഘട്ടമായിട്ട് നമ്മൾ പിടിച്ചത്. ഡയലോഗ്സ് വേർ വെരി ഇന്നത്തെ. മോഡുലേഷനും ചിലപ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസം ഇന്ന് വരെ ബിക്കോസ് രാജീവ് ഏട്ടൻ അത് എന്റെ തലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഡോണ്ട് വാച്ച് പഴയത് കാണരുത്. അതെ ബിക്കോസ് പക്ഷെ അതാണ് ശ്രീജിത്ത് വിജയ് ഈ പടം ഒരു 100 വട്ടം കണ്ടിട്ടാണ് മൂപ്പര് സെറ്റിൽ വന്നത്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ശ്രീജിത്ത് വിജയ് എന്നെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അയ്യോ, ബിക്കോസ് മൂപ്പർക്ക് എന്തൊക്കെയോ ഇതുണ്ട്. സിനിമ മുഴുവനും മൂപ്പര് ഭയങ്കര പേടിച്ചിട്ടാ ചെയ്തത്. ബിക്കോസ് അതാണ് നമ്മൾ ഡയറക്ടർ എന്തൊക്കെയോ ആലോചിച്ചിട്ടാണല്ലോ മൂപ്പര് നന്നായി മൂപ്പര് എന്തൊക്കെയോ ഇന്ന് വരെ ഞാൻ കാണാത്തത്. ബിക്കോസ് ഓഫ് ദാറ്റ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു എന്റെ രതിനിർവേദമാണ് ഏറ്റവും ബെസ്റ്റ്. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന്റെ മുമ്പ് ടാസ്ക് ഉണ്ട്. നമ്മൾ വെയിറ്റ് ഇല്ല, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. കാരണം ഇവർ കോസ്റ്റ്യൂമിലൊക്കെ വന്ന സ്ഥിതിക്ക് എന്റെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ മൂവിയുടെ കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ട് നമുക്ക് കുറച്ച് മൂവി ഡയലോഗ്സ് കേൾക്കാം. പക്ഷെ ഈ ഡയലോഗ്സ് എന്ന് പറയുന്നത് പഴയ സിനിമയിലെ ഡയലോഗ്സ് ഉണ്ടാവും, റീസെന്റ് ആയിട്ടുള്ള മൂവീസിലെ ഡയലോഗ്സും ഉണ്ടാവും. ഓക്കെ, പക്ഷെ അവിടെ നമുക്ക് ഇവരെ ട്വിസ്റ്റ് കൊടുക്കാം. അതായത് പുതിയ സിനിമയിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഡയലോഗ്സ് ഒക്കെ ഇവരും പറയും, പഴയ ഡയലോഗ്സ് ഒക്കെ നിങ്ങളും പറയും. ഓക്കെ, സീൻ നമുക്ക് കാണാം, എന്നിട്ട് അതിനുശേഷം നമുക്ക് അങ്ങോട്ട് സ്വാപ്പ് ചെയ്യാം. ഓൾറൈറ്റ്, ആദ്യം നമുക്ക് നോക്കാം പഴയ സിനിമയിലാണോ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ട സിനിമയിലാണോ വരാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, വരട്ടെ. വാവ്, എവർഗ്രീൻ മൂവി. കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കൊല്ലാതെ കൊച്ചു മുതലാളി, എന്റെ കൊച്ചു മുതലാളി, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ദൈവം പറഞ്ഞിട്ട് ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്ക പാടും. ഞാനത് കേട്ട് തീർക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് നിലവിളിക്കും. അങ്ങനെ പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും. അതിനു മുമ്പ് എന്റെ ജീവൻ പറന്നിവിടെ എത്തും. എവിടെ ഞങ്ങളുടെ കൊച്ചു മുതലാളി, കറുത്തമ്മയും കൊച്ചു മുതലാളി. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈലിൽ പറയാനാണോ? അതല്ലേ? പടത്തിന്റെ പേര് മാറ്റിട്ട് പ്രോൺസ് ആക്കണം. സത്യത്തിൽ നല്ലതാട്ടാ അത്. ശരി, അപ്പൊ എന്തായാലും ജനങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാ പ്രോൺസമ്മ വന്നിരിക്കുകയാണ്. ഹായ് ബ്ലാക്ക് മദർ. ഇങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്തത്. യാത്ര പറയാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? യെസ്, ഐ ആം ലിവിംഗ് ഫ്രം ഹിയർ. ഇംഗ്ലീഷൊക്കെ പറഞ്ഞ പൊളിയല്ലേ, മലയാളത്തിൽ പറയടി. ആക്ച്വലി നീ എന്റെ ബെസ്റ്റി ആയിരുന്നു. എനിക്കൊരു ലിവിങ് ടുഗെദർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഡാഡി സ്വപ്നം കണ്ടത് ഇതല്ല. ആക്ച്വലി വേറൊരു സിറ്റിയിൽ വെൽ സെറ്റിൽഡ് ആയിട്ട് IELTS ഒക്കെ എഴുതി പുറത്ത് പോകണം എന്നുള്ളതായിരുന്നു. സോ ഞാൻ അമേരിക്കയിലേക്ക് പോവാണ്. അല്ല, എനിക്ക് വിഷമമില്ല. കാര്യം ഇന്നലെ വരെ നമ്മൾ ഡബിൾ ആയിരുന്നു, ഇന്ന് ഞാൻ സിംഗിളാണ്.
കുഴപ്പമൊന്നുമില്ല. നീ പോകുന്ന അന്ന് മുതല് ഞാൻ ഈ കടപ്പുറത്ത് ഒരു 4 ഫുൾ എടുത്ത് വെച്ച് സോറി ഈ ഫ്ലാറ്റിന്റെ മുകളിൽ 4 ഫുൾ എടുത്ത് വെച്ച് ഡെയിലി 7 പെഗ് വെച്ച് അടിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് പാടും. പോലീസ് പിടിച്ച് പാലാരോട്ട് സ്റ്റേഷനിൽ കൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ ഡെയിലി ഇതുപോലെ പാടി 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 കുടിച്ച് ക്യാൻസർ വന്നങ്ങ് മരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇറ്റ്സ് ഓക്കെ, ആൽക്കഹോളിക് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്തെങ്കിലും നീ ഒരു കമ്മിറ്റഡ് ആയി വേറൊരു പാർട്ട്ണർ ആയി, പക്ഷെ എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. വാട്സാപ്പിൽ അയച്ചാൽ മതിയോ? അഥവാ പുറത്തെങ്ങാനും ബോട്ടിൽ ഒരു വീഡിയോ കോൾ കൂടെ ചെയ്തോട്ടെ? ഇറ്റ്സ് ഓക്കെ. അതൊക്കെ അനുവദിക്കുന്ന ഒരു പാർട്ട്ണർ ആണ് എന്റെ കൂടെ ഉള്ളത്. അമേരിക്കയിലേക്കാണ് പോണത്. ഉറങ്ങുമ്പോ മെസ്സേജ് ഇട്ടാ മതി. ഇവിടെ പകലായിരിക്കുമല്ലോ, ഞാൻ നല്ല മൂഡിലായിരിക്കും. പോകുന്നതിന് മുമ്പ് അവസാനമായിട്ടേ ഒന്നുകൂടെ ഈ മണലിൽ കിടന്ന് ഉരുണ്ടാലോ? I miss you very badly. പഴയ ഫോട്ടോസും വീഡിയോസും എല്ലാം ഡിലീറ്റ് ചെയ്തോളൂ. എല്ലാം ഒരു ഹാർഡ് ഡിസ്കിലാക്കി വെച്ചിട്ടുണ്ട്. മൊബൈൽ എടുത്തില്ല, ചെയ്തേക്കാം. നിന്നെ ഉറപ്പായിട്ട് അൺഫോളോ ചെയ്തേക്കാം. ഒന്നിലും ടാഗ് ചെയ്യരുത്. ഇല്ലില്ല. എന്താണ് പ്ലാൻ ചെയ്തത്? നീ അതിന്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്തെടുത്തോ? ഞാൻ അങ്ങനെയാ. അതെ, ലെവല് പോയി. നീ എനിക്ക് വേറെ ബെസ്റ്റ് ഉണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ. പ്രോൺസ് റോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഏത് റോസ്റ്റ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം ഏതാ സിനിമ എന്നുള്ളത്, എന്നിട്ട് ഈ റെട്രോയിൽ ഇവർ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. കാണാം. മാഷാണല്ലേ? അപ്പൊ നീ ചേച്ചിനെ വിളിക്കണല്ലോ. ഞാൻ സെപ്റ്റംബർ 98 മോഡൽ. അയ്യോ, അതൊരു പ്രശ്നമാണോ? എന്ത് പ്രശ്നം? നിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞേ. എന്താ നോക്കണത്? അൺമാരീഡ്. എനിക്കറിയോ നിനക്ക് നാട്ടില് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടോന്ന്. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ യെസ് മതി. ആരുടെ? പെണ്ണിന്റെ അച്ഛൻ്റെയോ? അല്ല, പെൺകുട്ടിയുടെ. അതേത് പെണ്ണ്? ആ പെൺകുട്ടി ഇപ്പം എൻ്റെ തൊട്ടു മുമ്പിലിരുന്ന് എനിക്ക് CV റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുക. ഓ, ഐ സി. നീ എന്നെ പ്രപ്പോസ് ചെയ്തോണ്ട് ഇപ്പൊ കേട്ടെ? കേട്ടിട്ടെന്ത് തോന്നി? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസലാന്ന് തോന്നി. എനിക്കെന്നല്ല, ഏതൊരു പെണ്ണിനും. ഇതിൽ ചെറിയൊരു വ്യത്യാസം വരും. കാര്യം അതില് നസ്ലിനേക്കാൾ 1 വയസ്സ് മൂത്തതായിട്ടാണ് അവളെ കാണിക്കുന്നത്. ഇത് നമുക്ക് തിരിക്കാം. ചേട്ടാ, കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ കരിങ്കണ്ടത്ത് മാട്രിമോണിയിൽ ചേട്ടൻ്റെ പ്രൊഫൈൽ കണ്ടു. ഒരുപാട് സങ്കടം തോന്നി. എന്താ ചേട്ടാ ഉദ്ദേശം? കല്യാണം കഴിക്കണം, പിന്നല്ല ആരെ? പെണ്ണിനെ. ചേട്ടൻ എന്നോട് മണിച്ചേട്ടൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു വരാൻ പറഞ്ഞു. പറയൂ, എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? SSLC 6 പ്രാവശ്യം. 6 പ്രാവശ്യം? പഠിച്ചതിനേക്കാൾ ബുക്ക് ഇപ്പൊ എനിക്ക് SSLC ബുക്കായിട്ടുണ്ട്. തോറ്റുന്നോ? ഞാൻ എങ്ങനെയാ മാട്രിമോണിയിൽ ചേട്ടൻ 6 വട്ടം വിശുദ്ധത്തിൽ തോറ്റു എന്ന് എഴുതി വെക്കും? സോറി ചേട്ടൻ, ഞാൻ 8ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. എനിക്കത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ചേട്ടൻ എന്താണ് ജോലി ഇപ്പോൾ? വർക്ക്ഷോപ്പിൽ പോകും, ഓയിൽ ചേഞ്ച്. ഡെയിലി വേജ്? ഞായറാഴ്ച മതി. അതല്ല, ദിവസവും എത്ര രൂപ കൂലി കിട്ടും? ചിലപ്പോൾ 20, ചിലപ്പോൾ 30, ചിലപ്പോൾ 40. 40ന്റെ അന്ന് ഞാനൊരു കാട്ടർ മേടിച്ച് കുടിക്കും. ചിലപ്പോൾ 40 കോൾ അടിച്ചു. ചേട്ടന്റെ ഭാവി വധുവിന് ചേട്ടൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് കാണുന്നത്? ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയരുത്. ചെലവെടുത്ത് തലയിലടിക്കരുത്, അത് മാത്രമേ ഉള്ളൂ. ഒരിക്കലുമില്ല ചേട്ടാ, ഒരിക്കലുമില്ല. പറയൂ. എക്സ്പ്രഷൻ ഞങ്ങളെ കണ്ടുള്ളൂ. കാണിക്കോ, ഒന്ന് കാണിക്കോ. എന്തായാലും കരിങ്കണ്ടത്ത് മാട്രിമോണിയിൽ ചേട്ടന്റെ പ്രൊഫൈൽ കാണാൻ തോന്നിയതിന്റെ ഭാഗ്യം. അതുകൊണ്ടല്ലേ എനിക്ക് കാര്യം ചേട്ടനോട് ചോദിക്കാൻ പറ്റിയത്.
എന്തായാലും ചേട്ടന്റെ പെണ്ണാകുവാൻ എനിക്ക് സമ്മതമാണ് ചേട്ടാ. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച നമ്മുടെ കല്യാണം, വെള്ളിയാഴ്ച ഒരു പുതിയ സിനിമ റിലീസ് ആവുന്നുണ്ട്. ഏത് സിനിമയാണ്? ബ്രോൺസ് റോസ് പോയിരുന്നെന്ന് കണ്ടാലോ? ചിരിച്ചു ചാവാം. വെരി ഗുഡ്, സൂപ്പർ. ഇതല്ല ഇത് ഗിരീഷേടി ഇപ്പൊ കലിപ്പുണ്ടാക്കും. ഇത് പ്രേമലു 2 ആളി നടന്നോണ്ടിരിക്കും. സത്യം സൂപ്പർ സൂപ്പർ. ജീവ കണ്ടോ എന്റെ കൂട്ടുകാരൻ ജീവേ ഇന്ന് ഇപ്പോൾ ഇവിടെ. കോളേജിലെ 3000 കുട്ടികൾ അവന് വേണ്ടി കാത്തു നിൽക്കുന്നു. ജീവ ചിന്നപ്പ കൗണ്ടറിന്റെ കാള വരണ്ടേ, ഓടിക്കോ. അയ്യോ ഇപ്പൊ എന്നെ കാള കുത്താൻ വരുന്നത്. ഒരു വഴിയേ ഉള്ളൂ, എന്റെ കൂട്ടുകാരൻ ഉറക്കെ വിളിക്ക്. വന്നു നിന്റെ രക്ഷകൻ ജീവ. ഒരു കാളയുടെ പരാക്രമം കുട്ടികളോടാണോ? നിനക്കുള്ളത് ഞാൻ ഇപ്പോൾ തരാം. മോൻ ഇവിടെ നടന്നുവെന്നും നാട്ടിൽ പറഞ്ഞു നടക്കണ്ട. പബ്ലിസിറ്റി ജീവയ്ക്ക് ഇഷ്ടമല്ല. ഓക്കെ, സൂക്ഷിച്ചു പൊയ്ക്കോളൂ. പോകാം ജീവ, നമുക്ക് കോളേജിൽ ഇപ്പോ. ഇല്ലടാ, ഞാൻ എങ്ങോട്ടുമില്ല. ഈ കോളേജിലേക്ക് വരാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. കാരണമുണ്ട്. ഞാൻ കണ്ടടാ. ആരെ? ഞാൻ കണ്ടടാ അവളെ. ഈ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം. അവിടെ കണ്ണിലെ തിരയിളക്കം ഞാൻ കണ്ടടാ. തിരയിളക്കത്തിന് മരുന്ന് കൊടുത്താൽ തിരയിളക്കമല്ലടാ മണ്ട, അവളുടെ കണ്ണിലെ തിരയിളക്കം ഞാൻ കണ്ടടാ. അത്ഭുതം! കോളേജിലെ 3000 കുട്ടികളിൽ 2999 പെൺകുട്ടികൾ ഇഷ്ടം പറഞ്ഞിട്ടും ജീവ ഇഷ്ടം തിരിച്ചു പറഞ്ഞില്ല. അപ്പോൾ അവൾ സുന്ദരിയായിരിക്കുമല്ലേ? സുന്ദരിയാണോന്നോ? അവളുടെ കണ്ണുകൾ കലമാനന്റെ മിഴികളാണടാ. അയ്യോ ജീവ, ഭൂമി കുലുങ്ങുന്നു. ജീവ, ഭൂമി കുലുങ്ങുന്നു. നിർത്ത്. എന്താണിത്? എന്താണ് ജീവ ഇത്? നിർത്ത്. ഭൂമി കുലുങ്ങുന്നു ജീവ, നിർത്താൻ. നിർത്തു ഈ പ്രതിഭാസം. എടാ, ഇത് ഭൂമി കുലുങ്ങിയതല്ല. ആ എന്റെ പെണ്ണിനെ കുറിച്ച് ഓർത്ത് മാത്രമേ തന്നെ എന്റെ ഹൃദയം തുടിക്കുന്നതാണ്. നിർത്തൂ. അപ്പോൾ അവൾ സുന്ദരിയായിരിക്കും അല്ലേ ജീവ? വെറും സുന്ദരിയല്ല, അപ്സരസ്. അടിക്കുന്നടാ എന്റെ മൂക്കിൽ അവളുടെ ഗന്ധം. ദാ കാണ് എന്റെ ആ മാൻ പേടയെ. അയ്യോ, എന്തൊരു ചൂട് ഇപ്പോൾ ഇവിടെ. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ ചൂട്. പണ്ടോ ജീവ അവൾക്ക് ചൂടെടുക്കുന്നെന്നാ. എന്റെ പെണ്ണിന് ചൂടെടുക്കുന്നു. നീ കണ്ടോ എന്റെ സൂത്രപ്പണി?
ഇത് എനിക്ക് ഇഷ്ടമായി. നിർത്തൂ ജീവ ഈ പ്രതിഭാസം. ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകരും. സ്കൂളിൽ പോയ കുട്ടികൾ ഇരുട്ടായെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി കൂട്ടിയിടിക്കും. മിന്നാമിനുങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ച് മിന്നി മിന്നി തളരും. നാട്ടിലെ കറണ്ട് ബില്ല് കൂടും. നിർത്തൂ ജീവ ഈ പ്രതിഭാസം, ദയവായി നിർത്തൂ. ഇല്ല, എന്റെ പെണ്ണിനെ ശല്യപ്പെടുത്തുന്ന ഒരു പ്രതിഭാസത്തിനും ഞാൻ തടസ്സമായി നിൽക്കില്ല. നിർത്തൂ പ്ലീസ് ജീവ, പ്ലീസ്. ഇത് എന്ത് പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്? നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവള് മനസ്സിലാക്കിയില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ അവൾ അത് അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. വരൂ, നമുക്ക് മീൻ വാങ്ങാൻ പോകാം. ചേട്ടാ, 5 കിലോ മീൻ എനിക്ക് ഇപ്പോൾ വേണം. ഇല്ല, മീൻ തീർന്നു രാവിലെ വെളുപ്പിന്. അയ്യോ, അപ്പോൾ എനിക്ക് മീൻ ഇല്ലയോ? ജീവ, അവക്ക് വീട്ടിൽ കറി വെക്കാൻ മീന് ഇല്ല അത്രേ. ഞാൻ കേട്ടടാ, ഞാൻ കേട്ടു. അവൾ ഉണക്കമീൻ കരുവാട് മേടിച്ച് വീട്ടിൽ കറി വെച്ചാൽ അതിന്റെ മണം നാട് മുഴുക്കി അറിഞ്ഞ് അവളെ കുടുംബത്തെ ഒറ്റപ്പെടുത്തും. ജീവ, രക്ഷിക്ക. എന്റെ പെണ്ണ് നാണം കെടാൻ പാടില്ല. എങ്ങനെ? പ്രിയപ്പെട്ട കൂട്ടുകാരാ, പണ്ട് നിനക്ക് ബൈക്ക് ആക്സിഡന്റിൽ നിന്റെ ഏത് കൈക്കാണ് കമ്പിയിട്ടത്? ഇതിനാ. എന്നോട് ക്ഷമിക്കൂ. കയറെടുക്ക്. എന്നാ ജീവ കയറ് ഇപ്പോൾ ഇവിടെ. കമ്പി വളച്ചു. ആഹാ, ജീവ സൂപ്പർ. പോകൂ അറബിക്കടലിലേക്ക്. എന്റെ പ്രണയിനിയുടെ മാനം കാക്കാൻ കൊണ്ടുവരൂ 10 കിലോ മീൻ. ജീവ സൂപ്പർ, ജീവ സൂപ്പർ. ജീവ 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 ജീവ. ഓ ജീവ പൊളി. ജീവ 5 കിലോ മീൻ ആഗ്രഹിച്ചു വന്ന നിനക്ക് ഇതാ 10 കിലോ മീൻ. 5 കിലോ ചോദിച്ചാ എനിക്ക് 10 കിലോ തന്ന നീ ആരാണ്? പറയൂ ജീവ, നിന്റെ ഇഷ്ടം ഇന്ന് ഇപ്പോൾ ഇവിടെ. ഇല്ല രാമു, ഞാൻ അത് പറയില്ല. എന്താ പറയാത്തത്? ഞാൻ എന്റെ ഇഷ്ടം അവളോട് പറഞ്ഞാൽ അവൾ അത് നിരസിച്ചാൽ ഈ ലോകം തന്നെ അവസാനിക്കും. എന്നാൽ ഞാൻ നിന്റെ ഇഷ്ടം ഇന്ന് അവളോട് പറയും ഇപ്പോൾ ഇവിടെ. രാമു, അത് വേണ്ട 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 പറയുന്നു. കുട്ടി, കോളേജിലെ 3000 കുട്ടികളിൽ 2999 പെൺകുട്ടികളോട് ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ജീവയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. പറയൂ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? അത് വേണ്ട. ഞാൻ പറഞ്ഞാ വേണ്ടാന്ന്. അവൻ തുള്ളിച്ചാടി വന്ന് പറഞ്ഞത് എന്റെ കുഴപ്പമല്ല. നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇപ്പോ ഇഷ്ടമായി. ജീവ, അവൾക്ക് നിന്നെ ഇഷ്ടമായെന്ന് ഒരു പാട്ടിന്റെ ചാൻസ് ഉണ്ട്. ചാമ്പിക്കോ. കുട്ടിലിട്ട മാങ്ങ പോലെ മോന്തയുള്ള സുന്ദരി, ബിപി കൂടി ഇന്നെനിക്ക് ഹാർട്ടടിച്ചു പോകുമോ? കള്ള ജീവ, ആ ആ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കണോ? പിടിച്ചോടാ. ഉപ്പിലിട്ട
ഉപ്പിലിട്ട മാങ്ങ പോലെ മോന്തയുള്ള സുന്ദരി ബിപി കൂടി ഇന്നെനിക്ക് ഹാർട്ടടിച്ചു പോകുമോ ഉപ്പിലിട്ട മാങ്ങ പോലെ മോന്തയുള്ള സുന്ദരി ബിപി കൂടി ഇന്നെനിക്ക് ഹാർട്ടടിച്ചു പോകുമോ കാറ്റ് പോലെ ഹൈഡ്രജൻ ബലൂണ് പോലെയാണു നീ പട്ടത്തിന്റെ നൂലുമായി വന്നിടട്ടെ ഞാൻ കൂട്ടുകാരൻ കയ്യിലിട്ട കമ്പി കൊണ്ട് മീൻ പിടിച്ച് മീൻ വരത്തു തിന്നു നമ്മൾ നൃത്തമാടിടും ബാക്കിയുള്ള മീനെടുത്ത് മാങ്ങയിട്ട് വെച്ച് നമ്മൾ ചോറ് തിന്ന് ഹാപ്പിയായി നൃത്തമാടിടും മാങ്ങ പോലെ മാങ്ങ പോലെ സുന്ദരി നീ പൊടി ഡിങ്കി അയ്യോ നമ്മൾ തമ്മിൽ ഡാൻസ് കളിച്ച കാര്യം എന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അറിഞ്ഞു. അച്ഛൻ വരുന്നു ഗുണ്ടകളുമായി. നിന്റെ അച്ഛന്റെ ഗുണ്ടകൾ വരുമ്പോൾ നോക്കി നിൽക്കാൻ എന്റെ കാലെന്താ ഉപ്പുമാങ്ങ ഭരണിയിൽ ഇട്ട് വെച്ചേക്കുവാണോ? എന്റെ കാലിന്റെ പവർ എന്താണെന്ന് കാണ്. ജീവാ ഈ പ്രതിഭാസം നിർത്തൂ, ജീവാ ഈ പ്രതിഭാസം നിർത്തൂ. എന്റെ അച്ഛൻ താ വരുന്നു. ആരാ ജീവ? ഞാൻ ഞാനല്ലാന്ന് പറയാൻ വന്നതാ. പിന്നെ ആരാടാ ഒറിജിനൽ ജീവ? ഞാൻ ജീവ. ഞാൻ പറ. ഈ ബേസ് കുറച്ച് സംസാരിക്കാം, അപ്പൊ ക്ലിയർ ആകും. ഇവളുടെ അച്ഛൻ അത് പറഞ്ഞാ പോരെ? മലേഷ്യൻ ചോദിക്കാൻ വന്നതാണ്. മലേഷ്യന്ന് വന്ന നിനക്ക് എന്റെ മകൾ മാറ്റി എന്താടാ ബന്ധം? 315. 315 എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര കോമഡിയാണല്ലോ. അയാൾ ചുമ്മാ ഇരിക്കുന്നു. അല്ല ആയിരിക്കും, അതുകൊണ്ടാ. എന്റെ മകളുടെ പുറകെ നടന്ന 314 പേരെ ഞാൻ കൊന്നു. നീ 315. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നെ നിങ്ങൾ കൊല്ലും എന്നാണോ? എന്തിനാടാ ഡയലോഗ്? കാണിച്ചു തരാമടാ, വരികടാ. ഓ ജീവ, നോക്ക് ജീവ. അയ്യോ നോ നോ. ഒരു കാര്യം പറയട്ടെ. എടാ 20 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട സ്റ്റണ്ട് 5 മിനിറ്റ് തീർക്കാനാണോ നിങ്ങളുടെ ഭാവം? ടിക്കറ്റ് എടുത്തവർക്ക് ബോറടിക്കില്ലേ? അവർക്ക് നഷ്ടം വരില്ലേ? പോയി ഓരോരുത്തരായിട്ട് പോയി വരി നിക്കി. വരി തെറ്റിക്കല്ലേ, ഇങ്ങ് വാ. നീ ബാക്കി പോ. ജീവ ജീവ ജീവ. ഓ ചെല്ലടാ, ചെല്ല്. പ്രോപ്പർട്ടി കൊണ്ട് കളയിലെ കമ്പ് മേടിച്ചോ. നബടി വാ, എന്ന് നില്ല് പെട്ടെന്ന്. ചെല്ലടാ, തല കറങ്ങണ പാടാ പെട്ടെന്ന്. നീ ചെല്ല്. നീ ചെല്ല്.
എടാ ജീവ അയ്യോ വലിച്ച് അയ്യോ അയ്യോ എന്റെ മകൾ ജീവ. നിങ്ങളുടെ മകൾ എങ്ങനെയാണ് ജീവയാകുന്നത്? ജീവ ഞാനാണ്. അതാണ് പറഞ്ഞു വന്നത്. എന്റെ മകൾ ജീവ എന്റെ കൈകൾ കൊണ്ട് ഞാൻ അടിച്ചു കൊന്നു. ജീവ എന്റെ മകൾ പോയടാ. എന്റെ മകളുടെ ഇഷ്ടം സത്യമായിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് കെട്ടിച്ച് തരുമായിരുന്നടാ ജീവ. കെട്ടിച്ച് തരുമായിരുന്നു. എന്റെ മകൾ ജീവ എന്റെ കൈകളുണ്ട്. നിങ്ങളുടെ മകളുടെ സ്നേഹം സത്യമായിരുന്നു. സത്യമായിരുന്നു. എന്റെ മകൾ മരിച്ചു പോയടാ. ഞാൻ നിങ്ങളുടെ മകളെ തിരിച്ചു കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരാം? സംഭവം നടക്കുന്നത് 11:10 ഇപ്പോൾ സമയം അവന്റെ ഓവർ ആക്ടിവിറ്റിയുടെ ചേർത്ത് 11:30. ഞാൻ സമയം പുറകോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. റിവേഴ്സിംഗ് ദ സീൻ. Recreating the scene. ജീവ, നീ വെറും ജീവയല്ല, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ ജീവയാണ്. അധികം നേരം കിടക്കാൻ പറ്റില്ല. അടിച്ചുപൊളി പാട്ടിന് ജീവ. ഉപ്പിലിട്ട മാങ്ങ പോലെ മോന്തയുള്ള സുന്ദരി ബിപി കൂടി ഇന്നെനിക്ക് ഹാർട്ടടിച്ചു പോകുമോ? കാറ്റ് പോലെ ഹൈഡ്രജൻ ബലൂണ് പോലെയാണു നീ, പട്ടത്തിന്റെ നൂലുമായി വന്നിടട്ടെ ഞാൻ. മാങ്ങ പോലെ മാങ്ങ പോലെ സുന്ദരി. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഹേയ് പ്രമാണി, എന്താണ് അവിടെ ഡിസ്കഷൻ? പ്രമാണി, ഭയങ്കര ഡിസ്കഷൻ. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തത് എപ്പോഴും പുതുമകൾ കൊണ്ടുവരുന്ന കേൾക്കരുത്. എന്തായിരുന്നു ഇത്തവണത്തെ നിങ്ങളുടെ പുതുമ കൊണ്ടുവരുന്ന? എന്തെല്ലാം വെറൈറ്റിയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തോണ്ട് വരാൻ. ശരി, പറയൂ പുള്ളിപ്പുലി. ഓക്കെ, നമ്മളാണ് ഇറക്കുന്നത്. സത്യത്തിൽ ഒരു ഫ്രഷ് പെർഫോമൻസ് ആണെങ്കിലും നമ്മുടെ ഈ പെർഫോമർ മുൻകൂടെ നമ്മളെല്ലാരും ഞെട്ടിച്ചു പോയ ഒരാളാണ്. ഓ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ വന്ന് വാക്ക് പറഞ്ഞു പോയിട്ട് വീണ്ടും വരികയാണ്. അരുൺ മോഹൻ. അരുൺ മോഹൻ, പെർഫെക്റ്റ്. നമ്മുടെ അരുൺ മോഹൻ ആണ്. പെർഫോമൻസ് ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇറ്റ്സ് സോ ഹാപ്പി ടു സീ അരുൺ മോഹൻ ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ലെറ്റ്സ് വെൽക്കം അരുൺ മോഹൻ. അരുൺ മോഹൻ, അരുൺ മോഹൻ നമ്മൾ പറഞ്ഞാലും അരുൺ മോഹൻ അരുണെ തന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വൈറലായ പേര്. എന്താണ് ആ പേര്? ഒരേ ഒരു രാജ.
അത് ഞാൻ വിളിക്കുന്നതല്ല, എന്റെ ഫാൻസ് എന്നെ വിളിക്കുന്നത്. അതെന്റെ ഇൻസ്റ്റ ഐഡിയ ആണ്. അതെ അതെ, ഇൻസ്റ്റ ഐഡിയ ആണ്. കഴിഞ്ഞ തവണ വന്നപ്പോ ഞങ്ങൾ എല്ലാരും ഏറ്റെടുത്തതാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരേ ഒരു രാജാവ് എന്ന് പറയുന്നത് ദേ ഇരിക്കുന്നു. ഒരേ ഒരു രാജ. വെരി ഗുഡ്, വെരി ഗുഡ്. അരുൺ ആരാണ് ഇവര്? ഇത് എന്റെ കൊച്ചനാണ്. അണ്ണന്റെ പേരെന്താ? മഹേഷ്. മഹേഷ് അണ്ണൻ. ശരി, അപ്പൊ മഹേഷ് അണ്ണനും ഉണ്ട്, ഒപ്പം നമ്മുടെ ഒരേ ഒരു രാജാവും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആണ്. നമുക്ക് ഓരോന്ന് തുടങ്ങിയാലോ? ഞെട്ടിച്ചു തുടങ്ങാം. റെഡി അല്ലേ? എന്നാ ഒരു കൈയടി പാസ്സാക്കിക്കോ. യെസ്, തുടങ്ങാം. ആദ്യമായിട്ട് കമലഹാസന്റെ ഒരു കൺമണി അൻപോട കാതലൻ ഞാൻ എഴുതും കടതും പൊന്മണി ഒന്ന് വീട്ടിൽ സൗഖ്യമാ നാണെങ്കിൽ സൗഖ്യം என் காதல எங்க சொல்ல சொல்ல அழதான் வருது நான் அழுது ஓ சோகம் உன்னை தாக்கணும்னு நினைக்கும் போது மழ அழுது கூட நின்றுடுது. അടുത്തത് മാധവൻ. മാധവൻ അധികം ആരും ചെയ്യാത്ത വോയിസ് ആണ് മാധവനൊക്കെ. சக்தி நான் உன் மேல ஆசைப்படல, நீ அழகா இருக்குன்னு நினைக்கல, ஆனா இதெல்லாம் நடந்துட்டு பயமா இருக்கு. யோசிச்சு சொல்லு. I love you, I love you രാജാവേ, I love you. അടുത്ത് I love you too. അങ്ങനെ അതൊന്നും ഇവിടെ ആരും കേൾക്കൂലല്ലോ. സൈലൻസ്. I love you too. സൈലൻസ്, സൈലൻസ്, എല്ലാരും സൈലൻസ്. I love you. I love you too. അടുത്തത് സൂര്യയുടെ ഒരു സൂര്യ സാർ ലൈവ് വോയിസ്. உதயநிதி ஸ்டாலின் என் கூட படிச்சாங்க. அவன் வந்து நான் போஸ் தான் கூப்பிடுவேன். அவங்க ஃபேமிலி எனக்கு ரொம்ப க்ளோஸு. அவர் பொலிட்டீஷியனுக்கு வந்துட்டாரு, அது நல்லா இருக்குன்னு நினைக்கிறேன். அதுக்கப்புறம் என்னோட நண்பன் புதிய வரி புதிய பாதை தெரிஞ்சிருக்காரு, அது நல்லா வரும்னு நான் நம்புறேன். ശ്രീവിദ്യ, ഓ എന്നാ പറയുന്നു പെർഫോമൻസിനെ പറ്റി? ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഈ സൂര്യയുടെ അടുത്തും ക്രഷാണ്, മാധവന്റെ അടുത്തും ക്രഷാണ്. അങ്ങനെ ഞാൻ ആ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് അത് ഇത്തിരി കാണിച്ചത്. അവിടെ റഷാണ്, അവിടെ റഷല്ല. അരുൺ, ഇതിനു മുമ്പേ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നിട്ട് കൊറേ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചില്ലേ ഇവിടെ? സത്യം പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. അതൊക്കെ സാധിച്ചുവോ? അത് സാധിച്ചു വരുന്നുണ്ട്. ഷോസ് ഒക്കെ കിട്ടി തുടങ്ങി അല്ലേ? കൊറേ ഷോസ് കിട്ടി, എന്തൊക്കെയോ വേണം എന്തൊക്കെയോ പറഞ്ഞില്ലേ? വീൽ ചെയർ. എന്താണ് ഇനി ആഗ്രഹങ്ങൾ? എന്താ കേക്കട്ടെ ആഗ്രഹങ്ങള്? എനിക്ക് ഇനിയും പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു വണ്ടി വേണം, ഒരു വീൽ ചെയർ വേണം. അതിന് കിട്ടിയില്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പരിപാടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. പരിപാടിക്ക് ജോലിക്കായാലും പോകാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് വീൽ ചെയർ ആണോ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക്കിന്റെ. കാരണം ഈ ഒരു അവസ്ഥയിൽ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഒന്ന് ആലോചിക്കൂ. അപ്പൊ അരുൺ, നമുക്ക് കുറച്ച് കണ്ണടച്ച് ഒന്ന് സ്വപ്നം കാണാം. അപ്പൊ അരുണിനൊരു വീൽ ചെയർ കിട്ടി, കണ്ണ് അടയ്ക്കൂ. വീൽ ചെയർ കിട്ടി, അരുൺ കുറേ ഷോസിൽ പടപടപടാന്ന് എത്തുന്നു. സ്വന്തമായിട്ട് ഇന്ന് 1-2 ഷോ ചെയ്യുന്ന ആള് സഡൻലി ഒരു ദിവസം 2-3 ഷോ ചെയ്യുന്നു. ഒരുപാട് ആൾക്കാരെ കയ്യടി നേടുന്നു, ഒരുപാട് കാശുണ്ടാക്കുന്നു, ഒറ്റയ്ക്ക് പോവാൻ പറ്റുന്നു. എല്ലാരും ഫാമിലി ആൾക്കാരുണ്ടെങ്കിലും പക്ഷെ അല്ലേ അരുൺ, കണ്ണടച്ചിങ്ങനെ സ്വപ്നം കാണൂ. ബ്യൂട്ടിഫുൾ ആണോ? എന്താ തോന്നുന്നത്? ഒരേ ഒരു രാജാവിന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം, സമ്മാനം ഇതാണ്. താങ്ക് യു സോ മച്ച്. ഇഷ്ടായോ? സ്വപ്നം കണ്ടത് ഇനിയിപ്പോ പറയാൻ പറ്റത്തില്ല. ആണോ? എന്നാ ഞങ്ങളൊരു ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. മുന്നിട്ടേക്ക് നിൽക്കും സാർ, പ്ലീസ് പ്ലീസ്. ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറഴകോടെ വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ നിൻ വഴി നീളെ വന്നെതിരേൽക്കും കാലം വരവായി. അരുൺ മോഹൻ കണ്ടിരുന്ന ഈ ഒരു സ്വപ്നം അങ്ങനെ റിയൽ ആവാണ്.
അതിനുള്ള എല്ലാ ഇതും ഒരുക്കിയത് ദാ ഇവരാണ്. എന്താ പറയണമെന്ന് അറിയത്തില്ല. എന്ത് പറയണെന്ന് ഭയങ്കര ഇവർക്ക് അതിലേറെ സന്തോഷം. ആലോചിച്ച് നോക്കി ഇവിടെ വരെ വന്ന് അത് അന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് അവരുടെ ആഗ്രഹം എന്നാൽ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവര് മുന്നോട്ടേക്ക് വന്നത്. കണ്ടിട്ടുണ്ടോ? അദ്ദേഹം വലിയൊരു കലാകാരനാണ്. ഏലൂർ ബിജു എന്നാണ് പേര്. സോപാന സംഗീത വിദഗ്ധനുമാണ്. ഓക്കെ, ഒരേ ഒരു രാജാവിന് ഇപ്പൊ രഥം കിട്ടി. അതെ, യെസ്, എക്സാക്ട്ലി. ഇതിന് നമുക്ക് രഥം തന്നെ പേരിടാം അല്ലേ? രഥം. എന്നാ ഇതിലേക്ക് ഇത് ഇരുന്ന് നോക്കണ്ടേ? ഏടാ എന്താ തോന്നുന്നത് അരുൺ? ഭയങ്കര സന്തോഷം തോന്നുന്നു. അച്ഛനും അമ്മയും വന്നിട്ടില്ലേ? അച്ഛനും അമ്മയും പെങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛനും അമ്മയും പ്ലീസ് ജോയിൻ ചെയ്യണം. ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റിലേക്കാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനൊരു സാഹചര്യം ഒരുക്കി തന്ന ബിജു സാറിനോടാണ് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത്. എന്ത് തോന്നുന്നു സാർ ഈ അവസരത്തിൽ? ഒരുപാട് സന്തോഷം. സോപാന സംഗീതം എന്നതാണ് എൻ്റെ മേഖല. കുട്ടികൾ ഒരു 300 ചില സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക് സോപാന സംഗീതത്തിൽ. അപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സ്നേഹ സോപാനം ഏലൂർ ബിജു എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. അപ്പോൾ ആ എപ്പിസോഡ് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹമുണ്ടായി. ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന, സേഫ്റ്റിയിൽ ജോലി ചെയ്യുന്ന അഭിലാഷാണ്, എൻ്റെ ശിഷ്യനും കൂടിയാണ് അഭിലാഷ്. അപ്പോൾ അഭിലാഷിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സംവിധാനമുണ്ട്, നമുക്കത് ചെയ്യാം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, അങ്ങനെ നമുക്ക് സാധിക്കുന്നത് ചെയ്യാന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അരുണിന്റെ കൂടെ, ഈ രാജാവിന്റെ കൂടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ അരുണിന്റെ പെങ്ങൾക്ക് എന്തോ ഭയങ്കര ഇമോഷണലായി വരുമ്പോ തന്നെ അരുൺ പെങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടായത്. പേരെങ്ങനെ? പെങ്ങളുടെ പേര് പറയും? അഖില. അഖില വർക്ക് ചെയ്യുവാണോ, പഠിക്കുവാണോ? വർക്ക് ചെയ്യാണ്. ഓക്കെ, എന്ത് തോന്നി ഈ ഒരു മൊമെന്റിനെ പറ്റി? വളരെ സന്തോഷം. സ്വന്തമായിട്ട് വണ്ടിയൊക്കെ കിട്ടി. ഇനിയിപ്പോ ഒറ്റയ്ക്കൊക്കെ നടക്കാൻ തുടങ്ങും കേട്ടോ. അരുണിത് ഓടിച്ച് കാണട്ടെ അല്ലേ? ഒന്ന് ഓടിച്ച് അത് ആദ്യം പഠിക്കുക എങ്ങനെയാന്നുള്ളത് അറിയട്ടെ. അതാ സ്വപ്നത്തിലേക്കുള്ള പോക്ക് അല്ലേ? എനിക്കറിഞ്ഞു വന്നോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? ഇനി ഒരു ദിവസം 2-3 പരിപാടിക്ക് എത്തും, പെട്ടെന്ന് എത്തും. അന്ന് അച്ഛന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞെങ്കിൽ ഇന്ന് എനിക്ക് ആ കണ്ണുകളിലൂടെ അച്ഛന്റെ സന്തോഷമാണ് കാണാൻ പറ്റുന്നത്. എന്ത് തോന്നുന്നു അച്ഛൻ? ഭയങ്കര സന്തോഷം, ഹാപ്പിയായി. ചേട്ടാ, വലിയ സിംഹങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പെർഫോമൻസ് ഒക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ബിജു ഏട്ടന്റെ ഒരു ഇതെന്റെ ഭാര്യയാണ്, പേരും കൂടെ. നമസ്കാരം. എന്ത് ചെയ്യുന്നു? കൂടെ ഒരുമിച്ച് ഗാനം അങ്ങനെ എന്തെങ്കിലും? സപ്പോർട്ട് മാത്രം. കൈയടിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. മതിയല്ലോ, അതല്ലേ ഏറ്റവും വലിയൊരു വേണ്ടത്. അതെ. അപ്പൊ എന്തായാലും എനിക്കൊന്ന് ചേട്ടന്റെ വക ഒരു പെർഫോമൻസ് പ്ലീസ്. താങ്ക് യു സോ മച്ച്. നമഃ ശിവായ, നമഃ ശിവായ ശംഭോ അർദ്ധനാരീശ്വര, ശംഭോ ശംഭോ. പുരി ജട കേട്ടി വലത്തി
ഭാഗം പുരികുഴൽ തിരുകി ഇടത്തെ ഭാഗം പുരിജട കേട്ടി വലത്തെ ഭാഗം പുരികുഴൽ തിരുകി ഇടത്തെ ഭാഗം മതികലച്ചൂടി വലത്തെ ഭാഗം മലർനിരത്തിരുകി ഇടത്തെ ഭാഗം മതികലച്ചൂടി വലത്തെ ഭാഗം മലർനിരത്തിരുകി ഇടത്തെ ഭാഗം കനൽ മിഴിക്കത്തി വലത്തെ ഭാഗം തൊടുകുറി മിന്നി ഇടത്തെ ഭാഗം ഭസ്മം ചാർത്തി വലത്തെ ഭാഗം കളഭാഗിതമാം ഇടത്തെ ഭാഗം ഭസ്മം ചാർത്തി വലത്തെ ഭാഗം കളഭാഗിതമാം ഇടത്തെ ഭാഗം ഭയങ്കര മൂടായിരുന്നു എന്റെ പുള്ളേ. ഡിവൈൻ ഫീൽ ആയിരുന്നു. ഹാപ്പി മൊമെന്റിനെ കുറച്ചും കൂടെ ഒന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്തു അല്ലേ? ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് അമ്പലത്തിനകത്ത് നിൽക്കുന്ന ഒരു ഫീൽ ആയി. ശ്വേത ചേച്ചി നമ്മളോടൊപ്പം ഒന്നും ജോയിൻ ചെയ്യണം, കാരണം പ്രമാണിയാണ് നമ്മുടെ എല്ലാ നാട്ടുകൂട്ടത്തിനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും പ്രമാണി, നമുക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകുന്നതിനായി പ്ലീസ്. നമുക്ക് എന്തായാലും ഒരു 2 വരി അച്ഛന്റെ പാട്ട് കേൾക്കണം. പാട്ട് കേൾക്കണം അല്ലേ അച്ഛാ? ഞാൻ 4 വരി ശ്ലോകം പാടാം. ആയിക്കോട്ടെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ഒന്നും കൂടെ ഒന്ന് ലിഫ്റ്റപ്പ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഫുൾ ആ ഒരു ഡിവൈൻ ഹാപ്പിനെസ് എല്ലാ മൊമെന്റും കൂടെ ചേർന്നിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ സ്നേഹ സമ്മാനങ്ങൾ നൽകാം. അതോടൊപ്പം തന്നെ ഇത്രയും നമുക്കൊരു സന്തോഷം നൽകി ഒരു ആദരവ് എന്തായാലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ നമ്മുടെ ബിജു സാറിന്. അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അപ്പൊ അത് സ്നേഹ സമ്മാനമായിട്ട് തന്നെ സ്വീകരിക്കുക. ബിക്കോസ് നമ്മൾ ആരും അല്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി പോലും. എന്നാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിന്നും ഒരു ആദരവ് ചടങ്ങ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത്, അമൃത ടിവിനെ റെപ്രസെന്റ് ചെയ്ത് ഞങ്ങൾ നടത്തുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ ആ ചടങ്ങിലേക്ക് കിടക്കാം. സാർ പ്ലീസ്. അതുപോലെ തന്നെ ശ്വേതാജി ഒരെണ്ണം കൂടിയുണ്ട്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന് ഇത്രയും നമുക്ക് സ്നേഹ സമ്മാനം നൽകിയ സാറിന് ഒരു ചെറിയൊരു മൊമെന്റും കൂടെ. ലോഡ് ഓഫ് ലവ്. ഇത് സ്നേഹ സോപാനത്തിലുള്ള മൊമെന്റോ ആണ്. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുന്ന സ്വപ്നങ്ങൾ അല്ലേ സാറിലൂടെ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വരുന്ന എല്ലാ ഷോകൾക്കും പരിപാടികൾക്കും ഒക്കെ എല്ലാവിധ ആശംസകളും. ഞങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ഹാപ്പിനെസ്സോടെ തന്നെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് തിരിച്ചു വരാം അല്ലേ? ഒരു തംസ് അപ്പ് കൊടുത്ത എല്ലാവർക്കും ചിരിച്ചോണ്ട്.
മറ്റൊരു മനോഹരമായ എപ്പിസോഡിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ അവാർഡ് ദാന ചടങ്ങിലേക്കാണ് പോകുന്നത്. 2 അവാർഡുകൾ, മികച്ച കൗണ്ടർ, മികച്ച ചളി. എങ്കിൽ ശ്വേത പറയൂ, ആർക്കാണ് മികച്ച കൗണ്ടർ ഇപ്പോൾ ഇവിടെ? അതാണ് നമ്മളുടെ നോബിക്കാണ് ഇന്ന് മെഡൽ ഇവിടെ. ആണോ? കൗണ്ടറിന് വേണ്ടി SLC ബുക്ക് എത്രയുണ്ട്? അത് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് നോക്കട്ടെ. ചേട്ടൻ എന്നോട് മണിച്ചേട്ടന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു വരാൻ പറഞ്ഞു. പറയൂ, എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? SSLC 6 പ്രാവശ്യം. 6 പ്രാവശ്യം പഠിച്ചതിനേക്കാൾ ബുക്ക് ഇപ്പൊ എനിക്ക് SSLC ബുക്ക് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ എന്തിനല്ലേ വെറുതെ ഇങ്ങനെ? ഇതിന്റെ ദേഷ്യത്തിന് ഞാൻ ദീപാവലിക്ക് കത്തിച്ച് തീർന്നു. വീട്ടിന്റെ ഫ്രണ്ടിൽ എട്ടുള്ള ഒരു മിനിറ്റ്. ഈ എപ്പിസോഡ് ഇവിടെ എന്തൊക്കെയാ നടന്ന്? ഇപ്പോൾ ഇവിടെ ചളി ഉണ്ടായിരുന്നോ? ചളിയോട് ചളി ഉണ്ടായിരുന്നു. അത് മാത്രല്ല ചളിന്റെ അക്കൗണ്ട് തുടങ്ങി ശ്രീവിദ്യ. എന്താണ് സിനിമന്റെ പേര്? പ്രോൺസ്. യെസ്, എവിടെ ഞങ്ങളുടെ കൊച്ചു മുതലാളി, കറുത്തമ്മയും കൊച്ചു മുതലാളി. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈലിൽ പറയണമെന്നാണ്. യെസ്, അതല്ലേ? പടത്തിന്റെ പേര് മാറ്റിട്ട് പ്രോൺസ് എന്നാക്കണം. ഓപ്പൺ ചളി. അല്ലല്ല, സത്യത്തിൽ നല്ലതാട്ടാ. ശരി, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതാ ശ്രീവിദ്യ തിരിച്ചു വന്നിരിക്കുകയാണ്. എണ്ണിക്കോണേ. 1 2 3 4 4 ഉണ്ട്. ഒരുപാട് ആഗ്രഹിച്ച ദൈവം നമുക്കത് നേടിത്തരുന്നു. പ്രകൃതി കൂടെ നിൽക്കും. അതായിരുന്നു കൂടെ നിൽക്കണത്. എനിക്കൊരു കാര്യം പറയാനുണ്ട് ജീവയുടെ ആൾക്കാരോടും റെട്രോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോടും. ഇന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എങ്കിൽ പാട്ടിടൂ, ഡാൻസ് കളിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം.